കുട്ടിക്കാലത്ത് സാർക്ക് മ്യൂസിക്കിനോട് എങ്ങനെയായിരുന്നു ഇഷ്ടം തുടങ്ങി വന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ്. മുത്തശ്ശൻ കോടമ്പള്ളി ഗോപാലപിള്ള വലിയൊരു സംഗീതജ്ഞനായിരുന്നു. പിന്നെ അച്ഛൻ കോടമ്പള്ളി അപ്പുക്കുട്ടൻപിള്ള സംഗീതജ്ഞനായിരുന്നു, അധ്യാപകനായിരുന്നു. അപ്പോൾ സംഗീതത്തിൻ്റെ ഒരു അന്തരീക്ഷമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് താല്പര്യത്തിലേക്ക് വന്നു പോകും. അങ്ങനെയാണ് ഇതിലേക്ക് കുട്ടിക്കാലത്ത് ഈ രംഗത്തേക്ക് വരുന്നത്. അങ്ങനെയാണ്. സാർ എങ്ങനെയായിരുന്നു ഈ മ്യൂസിക്കിനോടുള്ള പാഷനും പിന്നെ ഒരു ചരിത്ര അധ്യാപകനായിട്ടുള്ള ഒരു എങ്ങനെയാണ് സാർ ബാലൻസ് ചെയ്ത് പോകുന്നത്? അത് പിന്നെ ഒരു പ്രൊഫഷൻ എന്തായാലും നിർബന്ധമായിട്ടും വേണമെന്ന് എനിക്ക് ആദ്യമേ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ ഈ ഫീൽഡും കൊണ്ടുപോകുക എന്നുള്ളത് കുട്ടിക്കാലം പ്ലാനിങ് ഉണ്ടായിരുന്നു. ഒരു ജോലിയൊക്കെ വേണമെന്നുള്ളത് ഒരു തീരുമാനത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ തുല്യമായിട്ട് ഈ കലാരംഗത്തും ഞാൻ പ്രവർത്തിച്ച് വരുന്നുണ്ട്. ഇതിന് മുമ്പ് സ്റ്റേറ്റ് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. ഞങ്ങളുടെ ടീമിൽ 10 ആളിൽ 3 ആള് 2022 സബ് ജില്ലയിൽ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് സെക്കൻഡ് കിട്ടിയതാണ്. ഞങ്ങളിപ്പോൾ അവരുടെ കളിച്ച സെയിം കളിയാണ് ഇവിടെ കളിക്കാടുത്തിട്ടുള്ളത്. അതിൽ കുറേ മിസ്റ്റേക്ക് വന്നു, പക്ഷേ എന്നാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി. പാട്ടിൻ്റെ ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്നലെയാണ് ഒരു കുട്ടി ഒഴിഞ്ഞത്, ഇന്ന് അതിന് പകരം ആളെ ഒപ്പിച്ചതൊക്കെ. സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. 5 കൊല്ലം പങ്കെടുത്തിട്ടുണ്ട് സബ് ജില്ല. നിങ്ങൾ ആരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്? കൊപ്പത്ത് സുമ ടീച്ചറുണ്ട്. ഈ പ്രോഗ്രാം ഇപ്പോൾ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് തട്ടിക്കൂട്ടിയതാണ്. കിട്ടുന്ന തീരെ ഉറപ്പുണ്ടായിരുന്നില്ല, പക്ഷെ കിട്ടി. ആരാ നിങ്ങളെ പരിശീലിപ്പിച്ചത്? ഞങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണ് ചെയ്തത്. ഇതിനു മുമ്പ് സ്റ്റേറ്റ് പോയിട്ടുണ്ടോ? ഇല്ല. ഫസ്റ്റ് കിട്ടിയതിനെ പറ്റിയിട്ട് എന്താ പറയാ? വളരെ സന്തോഷം തോന്നുന്നു. കൺഗ്രാറ്റ്സ്. Come
നെഞ്ചതിലായി നാരിയിലെങ്കും ആരംഭ തിങ്കും ചുങ്കതിനാലേ കാറിലും ചുറ്റി ഫറാശുകൾ കൊല്ലും പാതയിൽ സഹറുകൾ പുഞ്ചിരിയല്ലാതിലായി തേൻകണമായി എത്തിയ തുമ്പികൾ ഹൗലിലുമായി. ഇതിനു മുമ്പ് സ്റ്റേറ്റ് പോയിട്ടുണ്ടോ? ആ പോയിട്ടുണ്ട്. നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച ആരാണ്? ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് ആരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടില്ല, അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഭയങ്കര ഹാപ്പിയാണ്. ആദ്യമൊക്കെ കിട്ടില്ല എന്ന് വിചാരിച്ചത്, പിന്നെ കിട്ടി.